തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തു നിന്നാണ് അഖിൽ രാജിനെയും അഖിൽ രാജിൻ്റെ ഭാര്യയെയും ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. നാം ഈ കാണിക്കുന്ന ദൃശ്യങ്ങൾ അഖിൽ രാജും അതുപോലെ തന്നെ അർജുൻ ആയങ്കിയും തൃശ്ശൂരിലെ പാലിയേക്കര ടോൾ പ്ലാസ കടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. KL2 BX3007 എന്ന കാറിൽ അർജുൻ ആയങ്കി കാർ ഓടിക്കുന്നു, അപ്പുറത്ത് അഖിൽ രാജ് ഇരിക്കുന്നു. ഈ വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. തൃശ്ശൂരിലേക്ക് അഖിൽ രാജും അതുപോലെ തന്നെ അർജുൻ ആയങ്കിയും ഒന്നിച്ച് യാത്ര ചെയ്യുന്നു എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഇതിനെ തുടർന്നാണ് വ്യാപകമായ രീതിയിലുള്ള പരിശോധന പോലീസ് ആരംഭിച്ചു. തൃശ്ശൂർ നഗരത്തിലെ ഹോട്ടലുകളും അതുപോലെ തന്നെ നഗരത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും അരിച്ചുപെറുക്കി വാഹനങ്ങളെല്ലാം പരിശോധിച്ചു. ഇതിനിടയിലാണ് അർജുൻ ആയങ്കിയുടെ ഫോണെന്ന് സംശയിക്കുന്ന ഒരു ട്രാവൽ ലൊക്കേഷൻ പോലീസ് ലഭിക്കുന്നത്. അത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലായിരുന്നു. അവിടെ കടന്നപ്പോഴാണ് അർജുൻ ആയങ്കിയുടെ സഹോദരൻ അഖിൽ രാജും അതുപോലെ തന്നെ അഖിൽ രാജിൻ്റെ ഭാര്യയും ഒരു കാറിൽ ഇരിക്കുന്നത് കൊണ്ട് ആ കാറ് കാറിൻ്റെ നമ്പർ മറ്റു നിരന്തരമായ കാറുകൾ മാറുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. KL59J700 എന്ന ഒരു കാറിലേക്ക് ഇവർ മാറുന്നു. അർജുൻ ആയെങ്കിൽ മറ്റൊരു കാറിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അർജുൻ ആയെങ്കിൽ രക്ഷപ്പെടുന്നു. ആ രക്ഷപ്പെട്ടതിന് ശേഷമാണ് ഈ ഫോൺ അർജുൻ ആയെങ്കിൽ മറ്റൊരാൾ കൈമാറി എന്നതാണ് നമുക്ക് സംശയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ടവർ ലൊക്കേഷൻ തൃശ്ശൂർ നഗരത്തിൽ നിലനിൽക്കുന്ന സ്ഥിതി വന്നത് അർജുൻ ആയെങ്കിലും സഹോദരനായ അഖിൽ രാജിൻ്റെ ഭാര്യയും ഈ പാലിയേക്കര ടോൾ പ്ലാസ കടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. KL2 BX3007 എന്ന കാറിലാണ് ഇവർ എറണാകുളത്ത് നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നത്, അതായത് തൃശ്ശൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചെയ്യുന്നതിനിടയിലാണ് പോലീസിന് ഇത് സംബന്ധിച്ചുള്ള രഹസ്യ വിവരം ലഭിക്കുന്നത്. ഇതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നു. ഇവർ രണ്ടുപേരെ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഇവരുടെ ഫോണുകളെല്ലാം പരിശോധിച്ച് വിശദമായ ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് ക്ലബ്ബിൽ നടക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പോലീസ് ക്ലബ്ബിൽ ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നു. പക്ഷേ അർജുൻ ആയെങ്കിൽ മറ്റൊരു കാറിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് പാലിയേക്കര ടോൾ പ്ലാസയ്ക്കും തൃശ്ശൂർ നഗരത്തിനുമിടയിൽ മറ്റൊരു കാറിൽ അർജുൻ ആയെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് വേണം അനുമാനിക്കാൻ. ഇവർ പിന്നീട് വന്ന കാറിൻ്റെ നമ്പറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. KL59 എന്ന നമ്പറുള്ള ഒരു കാറിൽ ആണ് ഇവർ രണ്ടുപേരും പിന്നീട് യാത്ര ചെയ്തത്. അതിനിടയിൽ ഏത് കാറിലാണ് അർജുൻ ആയെങ്കിൽ രക്ഷപ്പെട്ടത് എന്നാണ് പോലീസ് വിശദമായ പരിശോധന ഇപ്പോഴും തുടരുക തന്നെയാണ്. അപ്പോൾ സമാന്തരമായി ഇവരെ ചോദ്യം ചെയ്യലും തുടർന്നുണ്ട്. KL59J700 എന്ന നമ്പറിലാണ് ഇവരെ ഇവിടെ തെക്കേ ഗോപുരം നടക്കി സമീപം, അത് ശ്രീമൂലസ്ഥാനത്ത് നിന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശ്രീമൂലസ്ഥാനത്ത് നിന്ന് ഇവരെ പിടികൂടുന്നത്. പക്ഷേ ഇവർ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വന്ന കാർ മറ്റൊരു കാറായിരുന്നു. ആ കാറിൻ്റെ നമ്പറാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.